എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സിനി, എൻ്റെ ഭർത്താവ് ബിജു. ഞങ്ങൾ കോടനാട് നിന്നാണ് വരുന്നത്. ഞാൻ 2014 ആദ്യമായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് പേപ്പറുകൾ സബ്മിറ്റ് ചെയ്ത് എക്സാം എഴുതി. എക്സാം ജയിച്ചെങ്കിലും പേപ്പർ വർക്കുകൾ ഇടയിൽ വെച്ച് നിന്നുപോയി. പിന്നീട് 2020 ശ്രമിച്ചു, അന്നും നടന്നില്ല. പിന്നീട് അതെല്ലാം വേണ്ടാന്ന് വെച്ചിരിക്കുമായിരുന്നു. പിന്നീട് 2023 ഞാൻ ഉടമ്പടി എടുത്ത് പിന്നീട് പേപ്പർ വർക്കുകൾ ഒന്നും കൂടി വിദേശത്തേക്ക് പോകാമെന്ന രീതിയിൽ പേപ്പർ വർക്കുകൾ തുടങ്ങി. ഉടമ്പടി പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടേയിരുന്നു. അതിനിടയ്ക്ക് പേപ്പർ വർക്കുകൾ തുടങ്ങി കുറച്ചെല്ലാം ഭംഗിയായിട്ട് പോയി. ഏകദേശം കുറച്ച് കാലം കഴിഞ്ഞ് ഏകദേശം വർക്ക് പെർമിറ്റ് എത്താറായപ്പോഴേക്കും അയർലൻഡിലേക്കാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് നിന്നുപോയി. പിന്നീട് എനിക്ക് ഒരു മടിയായിരുന്നു പ്രാർത്ഥന എത്തിക്കാനൊക്കെ ആയിട്ട്. എപ്പോഴും ഒരു അലസതയായിരുന്നു. സന്ധ്യാപ്രാർത്ഥനകൾ എത്തിക്കുമെങ്കിലും ഉടമ്പടി പ്രാർത്ഥനകൾ. പക്ഷെ ഞാൻ എപ്പോഴും മടി കാണിക്കുമെങ്കിലും എൻ്റെ ഹസ്ബൻഡ് അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുമായിരുന്നു. നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നെ സമർപ്പിച്ച്. അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനമായാലും പ്രാർത്ഥനകളായാലും കിട്ടുന്ന സമയത്ത് മുഴുവൻ ആക്കൊരു ബിസിനസ്സാണ്, ഒരു ഷോപ്പാണ്. ഷോപ്പിലിരുന്ന് കിട്ടുന്ന ഫ്രീ ടൈമിൽ മുഴുവൻ ആ യൂട്യൂബ് വഴിയുള്ള അച്ഛൻ്റെ ധ്യാനവും പ്രാർത്ഥനകളും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കാണാറുണ്ടായിരുന്നു. സാധിക്കുന്ന സമയങ്ങളിലൊക്കെ കൃപാസനത്തിൽ വരാറുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അയർലൻഡിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂ എൻ്റെ ഒരു ഫ്രണ്ട് വഴി വന്നു. ഞാനത് അറ്റൻഡ് ചെയ്തു. ഓൺലൈൻ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അതിനുശേഷം ഐറിഷുകാർ നേരിട്ട് വന്നായിരുന്നു ഇൻ്റർവ്യൂ ടഫായിരുന്നു. എന്നിരുന്നാലും ആ ഇൻ്റർവ്യൂ പാസ്സായി. പിന്നീട് അതിനെ തുടർന്നുള്ള ഓരോ കാര്യങ്ങളുടെ സമയത്തും എന്നേക്കാളും 100 ഇരട്ടി എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെയാണ് എൻ്റെ ഹസ്ബൻഡ്. ഞാൻ ദൈവത്തോട് എപ്പോഴും അത് പറയാറുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം എത്ര ജോലി കഴിഞ്ഞ് എത്ര ടയേർഡായിട്ട് ഷോപ്പിൽ നിന്നൊക്കെ ചിലപ്പോൾ 9:30 വന്നാലും ആൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഇരുന്ന് കിടക്കണതിന് മുമ്പും പ്രാർത്ഥിക്കുമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് കിടന്നാലും രാവിലെയും എപ്പോഴും ആ പ്രാർത്ഥനകൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ വർക്ക് പെർമിറ്റ് വന്നു. ഈ അഖണ്ഡ ജപമാലയിൽ ഹസ്ബൻഡ് പങ്കെടുത്തിരുന്നു. അതിനുശേഷം വർക്ക് പെർമിറ്റ് വന്നു. പിന്നീട് വിസയുടെ കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു. ഒട്ടും താമസം ഉണ്ടായില്ല, എനിക്ക് വിസ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ജനുവരിയിലേക്കൊക്കെ ആയിരിക്കും പോകാൻ പറ്റുള്ളൂ, ഇപ്പോൾ അവിടെ ഹോളിഡേയ്സ് ആണെന്ന് പറഞ്ഞു. എന്നിരുന്നാലും പ്രാർത്ഥന തുടർന്നു. കഴിഞ്ഞ ദിവസം മിനിങ്ങാന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് മെയിൽ വന്നു, പെട്ടെന്ന് തന്നെ കയറി വരണം എന്ന് പറഞ്ഞു. അവർ എന്നെ ടിക്കറ്റ് റെഡിയാക്കി. ഈ 15-ാം തീയതി അടുത്ത തിങ്കളാഴ്ച ഞാൻ അയർലൻഡിലേക്ക് പോകാം. എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണത് സാധിച്ചത്. എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഈ നിമിഷത്തിൽ ഒരു കാര്യം കൂടി പറയാൻ ഓർക്കുന്നു. ഞങ്ങളിന്ന് പോകുന്നത് ഞാനും ഭർത്താവും എൻ്റെ മകനും അനിയൻ്റെ ചെറിയ കുട്ടികളും എൻ്റെ നാത്തൂൻ്റെ മകളും കൂടിയാണ് ഞങ്ങൾ യാത്ര തിരിച്ച് ഏകദേശം ഇവിടെ എത്തുന്നതിന് കുറച്ച് മുമ്പ് കുളച്ചിങ്ങിരങ്ങന ആ സ്ഥലത്ത് വെച്ച് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ റോട്ടിലൂടെ വളരെ പതിയാണ് ഞങ്ങൾ ഹസ്ബൻഡ് ഓടിക്കാറ്. ഒരു ഹോളോ ബ്രിക്സ് റോട്ടിലൊരു കട്ട കിടക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് വണ്ടി കയറി ഇറങ്ങി പൊങ്ങിപ്പോയി. ടയറ് പൊട്ടി, വണ്ടി ചെരിഞ്ഞ് ശരിക്കും അങ്ങോട്ട് മറയേണ്ടതാണ്. കുറച്ചങ്ങോട്ട് വണ്ടി നീങ്ങിപ്പോയി. ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി. ആ മറഞ്ഞു പോകേണ്ട വണ്ടി ഫ്രണ്ട് ടയറും അതിൻ്റെ സൈഡെല്ലാം പൊട്ടി ശരിക്കും പോയി. പക്ഷെ അതങ്ങ് കുറച്ച് നീങ്ങി അങ്ങ് സ്റ്റക്ക് ചെയ്ത് അങ്ങ് നിന്നു. ഒരുപാട് എന്താ പറയുക, മാതാവിനോട് ഇപ്പം എനിക്ക് നന്ദി പറഞ്ഞാൽ തീരില്ല. കാരണം എൻ്റെ കൂടെ ഉണ്ടായതെല്ലാം ചെറിയ കുട്ടികളാണ്. ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ ആരുടെ മേത്ത് ഒരു ചെറിയ പോറൽ പോലും പറ്റും. കാരണം അത്രയ്ക്ക് വണ്ടി ഷെയ്ക്ക് ചെയ്തായിരുന്നു. മറഞ്ഞു പോകേണ്ട വണ്ടിയാണങ്ങ് നിന്ന് പോയത്. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും തന്നെ ഒരു പരിക്കും ഉണ്ടായിരുന്നില്ല. ഞാനും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല. അതിനോടൊപ്പം തന്നെ ഒരു നിമിഷത്തിൽ പറയാം, ഞാനും കുട്ടികളും ഇങ്ങോട്ട് പോകുന്നു. ഹസ്ബൻഡ് വണ്ടിയുടെ അടുത്തേക്കായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇന്ന് വരണമെന്ന്. പക്ഷേ വണ്ടിയുടെ കൂടെ പോകേണ്ടി വരുമോ എന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും വന്നില്ല. വണ്ടി വേറെ ആൾ കൊണ്ടുപോയി. ഹസ്ബൻഡിന് ഇവിടെ വരാൻ സാധിച്ചു. അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നേർച്ച വസ്തുക്കൾ. എൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ വർഷം ഒരു പനി വന്ന് ഞങ്ങൾ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്തപ്പോൾ ഡെങ്കിപ്പനിയാണെന്ന് പറഞ്ഞു. കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. 1-2 ദിവസം കഴിഞ്ഞു നേർച്ച വസ്തുക്കളായ നമ്മളെ പുരട്ടുമായിരുന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ ആളുടെ രോമത്തിൽ നിന്ന് ബ്ലഡൊക്കെ പൊടിയാൻ തുടങ്ങി. അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു.
ഷിഫ്റ്റ് ചെയ്ത് വേറെ ഹോസ്പിറ്റലിൽ ലിസി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത്രമാത്രം താഴേക്ക് പോയി പ്ലേറ്റ്ലെറ്റ്, ആളെ പെട്ടെന്ന് തന്നെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഒരു 4 ദിവസം ഞാൻ ICUവിൻ്റെ പുറത്തിരുന്ന ഒരു നിമിഷം ജീവിതത്തിൽ അത്രയും ഞാൻ തകർന്നു പോയി. ഞാൻ ഈശോയോട് ഒന്ന് മാത്രം മാതാവിനോട് പ്രാർത്ഥിച്ചോളൂ, എനിക്ക് ആളെ തിരിച്ചു വേണം, എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല എന്ന്. ആ സമയത്ത് ഞാൻ പോയി കാണുകയും പ്രാർത്ഥിക്കുകയും ഡോക്ടർക്ക് തന്നെ ഒരു പേടിയായിരുന്നു. കാരണം പിന്നീട് ടെസ്റ്റുകളൊക്കെ നടത്തി. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് യാതൊരു കുഴപ്പവുമില്ലാതെ 4 ദിവസം കഴിഞ്ഞ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആൾക്ക് എല്ലാ വിധത്തിലുള്ള ആരോഗ്യവും തിരിച്ചു കിട്ടി എന്നോടൊപ്പം ഇപ്പോൾ നിൽക്കുന്നു. അതുപോലെ തന്നെ വീട്ടിൽ മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ, അസുഖങ്ങൾ, വയറുവേദന, അങ്ങനെ അസുഖങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് തേൻ കൊടുക്കുമായിരുന്നു, അവർക്ക് സുഖപ്പെടുമായിരുന്നു. പിന്നെ ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്ത കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്, അവിടെ ഉണ്ടായിരുന്ന ഒരു ജീസസ് ഭവൻ എന്ന് പറഞ്ഞാൽ അപ്പച്ചന്മാർ, ഒരു 50ഓളം അപ്പച്ചന്മാർ ഒരു ചേട്ടൻ നോക്കുന്ന സ്ഥലമുണ്ടായിരുന്നു. അവിടെ 2-3 വട്ടം ഞങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഇവിടെ സിസ്റ്റേഴ്സ് നടത്തുന്ന സൈക്യാട്രി പേഷ്യൻസിനായ അമ്മമാരുണ്ട്, അവരുടെ അടുത്ത് പോകുമായിരുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അതുകൂടാതെ തന്നെ രാവിലെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ കൂടെ ഹസ്ബൻഡ് ഒരു പൊതിച്ചോറ് കൊണ്ടുപോയി അവിടെ പുള്ളി നടത്തുന്ന ഷോപ്പിൻ്റെ അടുത്തുള്ള രോഗികൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാറുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വളരെയധികം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഉറച്ചു പറഞ്ഞു, വിശ്വാസത്തോടു കൂടി തീവ്രമായിട്ട് പ്രാർത്ഥിച്ച സാധ്യമാവാത്ത ഒന്നുമില്ല. നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ എന്തും നേടാൻ പറ്റും. നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി നമുക്കത് നേടിത്തരും. മാതാവിനോടും ഈശോയോടും ചേർന്ന് നിൽക്കുക. നമുക്ക് ഒരുപാട് കഴിവുകളുണ്ടായിരിക്കാം, പക്ഷെ അത് പൂർണ്ണമാകണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രമാണ് അത് പൂർണ്ണമാകുള്ളൂ. ഞാൻ ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 21-ാം തിരുവചനം. യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. സിനി, ബിജു എന്ന ഈ ദമ്പതികൾ ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം നമ്മോട് ഏറ്റു പറയുന്നത് അവരുടെ ജീവിതത്തിലുണ്ടായ വലിയ അത്ഭുതങ്ങളുടെ ഒരു വിവരണമാണ്. തൻ്റെ കഴിവിലൊതുങ്ങി നിൽക്കുന്നതല്ല തനിക്ക് അയർലൻഡിലൊരു ജോലി ലഭിക്കുന്നത് എന്ന് മനസ്സിലായപ്പോഴാണ് സിനി ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത്. നാം ഈ വചനം വായിച്ചു കേട്ടതുപോലെ നിനക്കുള്ളതെല്ലാം വിറ്റ് നീ എന്നെ അനുഗമിക്കുക എന്നാണ് ഈശോ പറയുന്നത്. അപ്പോഴാണ് നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുകയുള്ളൂ എന്ന് ഈശോ ഒരു ധനികനായ യുവാവിനെ ഓർമ്മിപ്പിച്ചത് നമുക്കറിയാം. നമുക്ക് വിറ്റഴിക്കാൻ മാത്രമുള്ള സമ്പത്തൊന്നും ചില വീടുകളിൽ ഉണ്ടാകില്ല. പക്ഷേ ഇവിടെ നമുക്ക് എടുക്കേണ്ട, സിനിക്കും ബിജുവിനും ലഭിക്കുന്ന ഒരു വലിയ സന്ദേശം ഇതാണ്. എൻ്റെ മടി അത് എനിക്ക് സ്വന്തമായിട്ടുള്ളൊരു വലിയ സമ്പത്താണ്. അതിലൂടെ ഞാൻ എടുക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ, അതുപോലെ കാരണം ഈ ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ബൈലാറ്ററൽ അഗ്രിമെൻ്റാണ്. ഞാൻ ഈശോയോട് ചെയ്ത ഒരു വലിയ പ്രോമിസാണ്, എനിക്കുള്ളതെല്ലാം നിനക്കാണ്. അപ്പോഴാണ് ഈശോ ഉള്ളതെല്ലാം നമുക്ക് തരുന്നത്. അത് ആരും നിർബന്ധിക്കാതെ തന്നെ നാം എടുത്ത ഒരു ഉടമ്പടിയാണ്. പക്ഷേ ഇവിടെ ഉടമ്പടി ഉഴപ്പിയപ്പോഴെല്ലാം ഹസ്ബൻഡ് വളരെ മനോഹരമായി അതിനെ കോംപ്രമൈസ് ചെയ്ത് പ്രാർത്ഥിക്കുകയും പരിത്യാഗം ചെയ്യുകയും എല്ലാ ഉടമ്പടി നിബന്ധനകളും കൃത്യമായി പാലിക്കുകയും ചെയ്തിരുന്നു. ചിലപ്പോഴെല്ലാം നാം ലോത്തിൻ്റെ ഭാര്യയെ പോലെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു അനുഭവം ചിലർക്കെങ്കിലും ഉണ്ടാകും. ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചല്ലോ. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചതാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട ആ ഒരു വലിയ സോദോം ഗൊമോറ വിട്ടുപോകേണ്ടി വന്ന ഒരവസ്ഥയിൽ ആ സ്ത്രീ തിരിഞ്ഞു നോക്കിയപ്പോൾ ഉപ്പുതൂണായി മാറി എന്ന് നാം വചനത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ ചില സമയങ്ങളിലെല്ലാം നമ്മുടെ കഴിഞ്ഞ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കി, ഞാനത് ചെയ്തതാണല്ലോ, ഇത് ചെയ്തതാണല്ലോ, എനിക്കിത് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു നിലവിളി, അതൊന്നും ഉടമ്പടി പ്രാർത്ഥനയിലുള്ളതല്ല. ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് വന്നാൽ നമുക്കെപ്പോഴും പ്രത്യാശയും വിശ്വാസവും ദൈവസ്നേഹവും മാത്രമേ ഉള്ളൂ. അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത. നാം കഴിഞ്ഞതിനെക്കുറിച്ചോ വരാനിരിക്കുന്നതിനെക്കുറിച്ചോ നമുക്ക് ആകുലപ്പെടേണ്ടതില്ല. കാരണം പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നത്. സിനിയുടെ വിദേശത്ത് പോകാനുള്ള വലിയ ആഗ്രഹങ്ങൾ എപ്പോഴും ഹസ്ബൻഡ് തന്നെ വളരെ പൂർണ്ണമായി നന്നായി പരിപൂർണതയോടുകൂടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് സിനി സാക്ഷ്യപ്പെടുത്തുന്നു. 3 തവണ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ സിനിക്ക് മനസ്സിലായി, ഇത് എൻ്റെ മടിയിലൂടെയോ എൻ്റെ യോഗ്യതയിലൂടെയോ ഇത് നടക്കുകയില്ല. അതോടുകൂടി ഉടമ്പടി കറക്റ്റ് ചെയ്ത് ജീവിക്കാൻ സിനി തയ്യാറായപ്പോഴാണ് വളരെ പെട്ടെന്ന് അയർലൻഡിലേക്കുള്ള പ്രൊസീജിയർ ഫാസൻ ചെയ്തെന്ന് സിനി ഏറ്റു പറയുന്നു.
നമുക്കറിയാം, നമ്മുടെ ഏതൊരു ജീവിതാവസ്ഥയിലും നമുക്കൊരു കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ ഈശോ നമ്മോട് നാം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഈശോയോട് പറഞ്ഞ് 10 സ്റ്റെപ്പ് ഹെഡ് എടുക്കുന്ന ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. സിനി പറയുകയുണ്ടായി, ഇവരുടെ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു പോറൽ പോലും ഞങ്ങൾക്കും എൻ്റെ കുടുംബത്തിനുണ്ടായില്ല. വാഹനം ഞങ്ങൾ മാറ്റി നിർത്തിയെങ്കിലും ഞങ്ങൾക്ക് യാതൊരു പോറൽ പോലും ഉണ്ടായില്ല. കാരണം നാം പ്രാർത്ഥനയിൽ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിനക്ക് എത്ര തന്നെ അപകടമുണ്ടായാലും നിന്നെ രക്ഷിക്കുന്നൊരു ദൈവം, നിന്നോട് കൂടെ സഞ്ചരിക്കുന്ന ഒരു അമ്മ നിൻ്റെ കൂടെയുണ്ട് എന്നാണ് ഈ ഉടമ്പടി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കൊരിക്കലും നമ്മെ ആപത്തിലേക്കോ അപകടത്തിലേക്കോ മാരക രോഗങ്ങളിലേക്കോ നമ്മെ ഈശോ തള്ളിവിടുകയില്ല. കാരണം ഇതൊരു എഗ്രിമെൻ്റാണ്. ഈശോ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു വലിയ സ്നേഹമാണ്. ഞാൻ ഈശോയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള എൻ്റെ നിബന്ധനകൾ, എൻ്റെ സമ്മാനം ഞാൻ ഈശോയ്ക്ക് കൊടുത്തിരിക്കും. ഈ അഭിഷേക തൈലം ഉപയോഗിച്ചാണ് എപ്പോഴും ഇവരെല്ലാ അപകടങ്ങളിലും ഇവർ രക്ഷ കൈവന്നിരിക്കുന്നവർക്ക് എപ്പോഴും പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥം വഴി ഈശോ അവരെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോ അവരെ എപ്പോഴും തിരുരക്തത്താൽ കാത്തുപരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, സിനിക്കും ബിജുവിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, അവർക്ക് അയർലൻഡിലേക്ക് പോകാനുള്ള വലിയ ഭാഗ്യത്തിനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.